വട്ടത്തിലുള്ളത് ഈ പരന്നാണോ ഉരുണ്ടാണോ കാണാൻ ആരെങ്കിലും ഇത് മറ്റേതോ യൂണിവേഴ്സിൽ നടക്കുന്ന ചർച്ചയാണ്. നമ്മൾ അത് കാര്യമാക്കണ്ട. നമുക്കറിയാം എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഗോളാകൃതിയാണ്. എന്നാൽ കൃത്യമായിട്ടൊരു ഗോളമല്ല താരം. കാര്യം ദാണ്ട് ഈ ഒരു ഗ്ലോബ് ഉണ്ട്. ഈ ഒരു ഗ്ലോബിന്റെ ഷേപ്പിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പിയർ എന്ന് പറയാം. കാര്യം ഒരു സ്പിയർ അല്ലെങ്കിൽ ഒരു ഗോളാകൃതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എർത്തിന്റെ സെന്ററിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിനെ സ്പിയർ ഷേപ്പ് എന്ന് പറയാം. പക്ഷെ നമുക്കറിയാം എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇക്വേറ്ററിന്റെ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് എർത്തിന്റെ സെന്ററിൽ നിന്ന് പോൾസിന്റെ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് കൂടുതലാണ്. മാത്രമല്ല എർത്തിന്റെ ഈ ഇക്വേറ്ററുമായിട്ട് അനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയൊരു ബൾജ് നമുക്ക് കാണാൻ കഴിയും. അതേസമയം പോൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ നിയർലി ഫ്ലാറ്റ് ആയിട്ടായിരിക്കും കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. അതിന് കാര്യം നമുക്കറിയാം എർത്തിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എർത്തിന്റെ റൊട്ടേഷണൽ സ്പീഡ് ഇക്വേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുതലായിരിക്കും. ആ ഭാഗത്ത് ഒരു ചെറിയ ബൾജ് കാണും. അതേസമയം എർത്തിന്റെ റൊട്ടേഷണൽ സ്പീഡ് പോൾസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കുറവാണ്. അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറവാണ്. അപ്പൊ നിയർലി കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. എന്നാൽ എർത്തിന്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്ന ഒബ്ലേറ്റ് സ്പിറോയിഡും അല്ല. കാര്യം ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലിന്റെ ഷേപ്പാണ്. കാര്യം ഭൂമിയിൽ ഒരുപാട് സമുദ്രങ്ങളുണ്ട്, മൗണ്ടൻസ് ഉണ്ട്. അത് കണക്കിന് ഭൂമി നിർമ്മിച്ചിരിക്കുന്നത് പല ഡെൻസിറ്റി ഉള്ള വസ്തുക്കൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാസ് കുറച്ചുകൂടെ അൺഈവനായിട്ടാണ് ഭൂമിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ഒരു ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു പെർഫെക്റ്റ് സ്പിയർ ഷേപ്പിലോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് ഷേപ്പിലോ ഒന്നും അല്ല നമുക്ക് ഭൂമി കാണാൻ കഴിയുന്നത്. ആ യൂണിക് ഷേപ്പ് ഓഫ് എർത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഭൂമി എന്ന് പറയുന്ന ഫ്ലാറ്റ് അല്ല, സ്പിയർ അല്ല. വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പിയർ എന്ന് പറയുന്നത്. ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത് എർത്തിന്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. കൃത്യമായിട്ടുള്ള ഭൂമിയുടെ ഷേപ്പാണ് ജിയോയിഡ് ഷേപ്പ്.